സാമൂഹിക ക്ഷേമ പെൻഷൻ ചിലര് ചോദിക്കും UDF ഉള്ള കാലത്ത് കൊടുത്തില്ലേ? കൊടുത്തു. ആർക്കാണ് സംശയം? UDF ഉള്ള കാലത്ത് കൊടുത്തു. 600 രൂപ 34 ലക്ഷം പേർക്ക്. അവസാനത്തെ 18 മാസം അത് കൊടുത്തുമില്ല. അവസാനത്തെ 18 മാസം അതൊന്ന് കിട്ടുമെന്ന് കരുതി വഴിയിലേക്ക് കണ്ണ് നട്ട് കാത്തിരുന്ന് പേരക്കുട്ടിക്ക് ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം നടക്കാതെ ചിതകളിൽ എരിഞ്ഞുപോയ 10,000-കണക്കിന് അമ്മമാരുണ്ടായി ഈ കേരളത്തിൽ. 18 മാസം അവസാനം കൊടുത്തില്ല. 34 ലക്ഷം പേർക്ക് കൊടുത്ത കാലത്ത് 600 രൂപ വെച്ച് ചെലവഴിച്ച സംഖ്യ 9,011 കോടി. ഇത് കോട്ടയത്തൊരു മൈക്കും കുഴലും വെച്ച് പറയുന്നതല്ലല്ലോ. കേരളത്തിന്റെ കണക്ക് ബുക്കുകളിൽ രേഖപ്പെടുത്തി 9,011 കോടി രൂപ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പിണറായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോ ആദ്യം തീരുമാനിച്ചത് 18 മാസക്കാലത്തെയും കുടിശ്ശിക കൊടുക്കാനാണ്. 18 മാസക്കാലത്ത് കുടിശ്ശിക കൊടുത്തു. 600 700 700 1000 1100 200 300 400 500 1600 രൂപ. 64 ലക്ഷം വരുന്ന 60 വയസ്സ് കൊടുക്കുന്ന കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന നാടിനൊരു പേരേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അത് ഈ കേരളം എന്നാണ്. പണം ചെലവഴിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെലവഴിച്ച സംഖ്യ ആദ്യ ഗവൺമെന്റിൽ 35,154 കോടി, രണ്ടാം ഗവൺമെന്റിൽ 22,449 കോടി, 44 ലക്ഷം. ആകെ 57,603 കോടി 44 ലക്ഷം രൂപ. ആ 57,603 കോടി 44 ലക്ഷം രൂപ 64 ലക്ഷം സാമൂഹിക ക്ഷേമം ഏറ്റുവാങ്ങുന്ന 60 വയസ്സുകാർക്ക് കൊടുത്തു തീർത്തിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇതാ ബഹുമാനപ്പെട്ട ആരാധ്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിന്റെ ഭരണകൂടം കോട്ടയത്തെ ഈ അക്ഷര നഗരിയിൽ 10,000-കണക്കിന് ആളുകൾ ഒത്തുചേർന്ന മനുഷ്യസാഗരത്തിന്റെ മുമ്പിലേക്ക് അഭിമാനപൂർവ്വം കടന്നു വരുന്നു.